ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലമാണ്. നമ്മൾ PGBP എന്ന് പറയുന്നതിൽ രണ്ട് കാര്യങ്ങളും വരും. ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വരും, പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വരും. അപ്പോൾ അതിൽ നമ്മൾ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഫഷൻ്റെ ഒന്ന് രണ്ട് കണക്ക് കൂടി നോക്കാം. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഫഷൻ ഇൻക്ലൂഡ് വൊക്കേഷൻ, അല്ലേ? ഇപ്പോൾ ഡാൻസിങ്, മ്യൂസിക്, അല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ കണ്ടുവരാറുള്ളത് ഒരു വക്കീൽ അല്ലെങ്കിൽ ഡോക്ടർ, ഇത്തരത്തിലുള്ള ഒരു എഞ്ചിനീയർ, ഇത്തരത്തിലുള്ള പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട കണക്കുകളാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, the following is the receipt and payment account maintained by the registered medical practitioner. അപ്പോൾ ഇയാളൊരു ഡോക്ടറാണ് അർത്ഥം. An abstract of receipts and payment is given below. You are required to compute his income from profession and also compute his total income for the assessment year എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, ഒപ്പം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകവും കാൽക്കുലേറ്റ് ചെയ്യുക. പ്രൊഫഷണൽ ഇൻകം ആൻഡ് ടോട്ടൽ ഇൻകം. ഈ പ്രൊഫഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ പ്രൊഫഷനിൽ നിന്ന് മാത്രം വരുന്ന വരുമാനമാണ്. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മറ്റ് ഹെഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഒരു ഭാഗത്ത് കുറച്ച് റെസിപ്റ്റ് തന്നിട്ടുണ്ട്, മറുഭാഗത്ത് പേയ്മെൻറ്റും തന്നിട്ടുണ്ട്. ഇപ്പോൾ കൺസൾട്ടേഷൻ ഫീസ്, സെയിൽ ഓഫ് മെഡിസിന്, വിസിറ്റിംഗ് ഫീ, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി, ലോൺ ഫ്രം ബാങ്ക്, ഇതൊക്കെ നമ്മൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും അതൊക്കെ ഇയാളുടെ വരുമാനമാണ് അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ആണ്. ഈ ഭാഗത്ത് തന്നിരിക്കുന്നത് ഇയാളുടെ ചെലവുകളാണ്. കോസ്റ്റ് ഓഫ് മെഡിസിൻ, സർജിക്കൽ ടൂൾസ്, ഡിസ്പെൻസറിക്ക് വേണ്ടിയിട്ടുള്ള റെൻറ്റ്, പിന്നെ മോട്ടോർ കാർ അതിനുള്ള ചിലവ്, പിന്നെ കാർ എക്സ്പെൻസ്, സാലറി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻഷുറൻസ് പ്രീമിയം അതുണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പിന്നെ പ്രോപ്പർട്ടി ഇൻഷുറൻസ്, പിന്നെ OYT ഡെപ്പോസിറ്റ്. ഈ OYT ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓൺ യുവർ ടെലിഫോൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ പണ്ട് BSNL അതൊക്കെ ബുക്ക് ചെയ്തിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ എന്തായിരുന്നു, അഡ്വാൻസ് ആയിട്ട് ആദ്യം തന്നെ പേയ്മെൻറ്റൊക്കെ നടത്തിയിടാറുണ്ട്. ഓക്കെ, സോ OYT ഡെപ്പോസിറ്റ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് റെസിപ്റ്റ് ചെയ്ത് അത് മറുഭാഗത്ത് എന്താണ് അതിൻ്റെ പേയ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. നമുക്ക് കോമൺ ആയിട്ട് നമുക്കറിയാം, ഒരു പ്രൊഫഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പ്രൊഫഷണൽ റെസിപ്റ്റിൽ നിന്ന് പ്രൊഫഷണൽ എക്സ്പെൻസ് കുറച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ റെസിപ്റ്റ്, വരുമാനം എന്ന് പറയുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിപ്റ്റിൽ നിന്നും ഈ ഒരു എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊഫഷണൽ ഇൻകം കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ താഴെ അഡീഷണൽ ആയിട്ട് രണ്ട് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, ഹാഫ് ഓഫ് ദി മോട്ടോർ കാർ എക്സ്പെൻസസ് ആർ മെറ്റ് ഫോർ പേഴ്സണൽ യൂസ്. ഈ മോട്ടോർ കാർ നമുക്കിതാണ് 1,00,000. അപ്പോൾ അത് പകുതി അയാൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം പകുതി മാത്രമേ നമുക്ക് പ്രൊഫഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പരിഗണിക്കാവൂ എന്നതാണ്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ അലവബിൾ ഓൺ കാർ ഈസ് 15%. കാറിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 15%. അതുപോലെ തന്നെ സർജിക്കൽ ടൂൾസ്, ഒരു ക്യാപിറ്റൽ അസറ്റാണ് ഇതൊക്കെ. കാറ്, സർജിക്കൽ ടൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്, 25%. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതുകൂടി നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ പരിഗണിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കാം. യെസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രൊഫഷൻ ആൻഡ് ഹൗസ് പ്രോപ്പർട്ടി, ഇത് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊഫഷനും പിന്നെ എന്താണ് അതിൻ്റെ ടോട്ടൽ ഇൻകം, അത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടാലും മതി, ഇതിൽ ഒരുമിച്ച് കണ്ടിരിക്കുന്നതാണ്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രൊഫഷൻ. ഓക്കെ, അതാണ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത്. ഗ്രോസ് പ്രൊഫഷണൽ ഇൻകം, ഇയാൾക്ക് മൊത്തം ഉള്ള വരുമാനമാണ്, ഇൻകമാണ് പറയാൻ പോകുന്നത്.
നമുക്കറിയാം ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം മെഡിസിൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടൊന്ന് എഴുതിയെടുക്കേണ്ട ആദ്യം. മെഡിസിൻ ഉണ്ട്, അതുപോലെ വിസിറ്റിംഗ് ഫീ ഉണ്ട് 20,000, കൺസൾട്ടേഷൻ ഫീ ഉണ്ട് 42,000. ഇത്രയും കാര്യമാണ് അതിന് പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് റെസിപ്റ്റ് അഥവാ വരുമാനം. അപ്പോൾ ടോട്ടൽ 77,000. നോക്കൂ, നിങ്ങളുടെ ഈ ഒരു എന്താണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സാധനം അതർ സോഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അത് പ്രൊഫഷണൽ ഇൻകത്തിലേക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ദെൻ അതുപോലെ റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകമാണ്. അതും പരിഗണിക്കേണ്ട ആവശ്യമില്ല പ്രൊഫഷണലിലേക്ക്. അതുപോലെ ലോൺ ഫ്രം ബാങ്ക് ഫോർ പ്രൈവറ്റ് യൂസ്. ഇയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വരുമാനമായിട്ട് പറയാൻ പറ്റില്ല. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും ലോൺ എടുക്കില്ല. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഇയാൾക്കൊരു വരവാണെങ്കിൽ കൂടി അത് വരുമാനമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പാടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ഈ 3 മാത്രം കാര്യങ്ങൾ എടുത്തത്. ഓക്കെ ആണല്ലോ. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആണ് കുറയ്ക്കേണ്ടതെന്നാണ് ലെസ് പ്രൊഫഷണൽ എക്സ്പെൻസ്. എല്ലാ എക്സ്പെൻസും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടുള്ള കോസ്റ്റ് ഓഫ് മെഡിസിൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പെൻസറിക്ക് വന്നിട്ടുള്ള റെൻ്റ് ഉണ്ട്, സാലറി കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കാർ എക്സ്പെൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം, കാർ എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ 6,000 ആണുള്ളത്. പക്ഷെ നമ്മളിവിടെ 3 എടുത്തിട്ടുള്ളൂ. അതിന് കാരണം എന്താണ്, ഈ കാറ് അദ്ദേഹം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പകുതി ഉപയോഗിച്ച്, അതായത് പകുതി മാത്രമേ പ്രൊഫഷൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണിത് ഹാഫ് എന്നിവിടെ തരാൻ കാരണം. ഓക്കെ ആണല്ലോ. ദെൻ അതുപോലെ മറ്റൊന്നുള്ളത് സർജിക്കൽ ടൂൾസ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റാണ് സർജിക്കൽ ടൂൾസ്. അതുകൊണ്ട് അത് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാം. ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ 25%. സോ ആ 25% ഇപ്പോൾ ഇതിൽ കണ്ടുവച്ചിരിക്കുന്നത് 1,500 അല്ലേ. ഇവിടെ നോക്കൂ, സർജിക്കൽ ടൂൾസ് 6,000 ആണ്, അതിൻ്റെ 25%. ഓക്കെ ആണല്ലോ. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ കാറിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്? കാറിൻ്റെ റേറ്റ് നോക്കി, കാറിൻ്റെ റേറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1 lakh ആണ്. അപ്പോൾ അതന്നെ പകുതി ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് പ്രൊഫഷന് ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി പേഴ്സണൽ യൂസാണ്. അതുകൊണ്ട് 1 lakh നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, 50,000 ആണ്. കാറ് ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് 50,000 അങ്ങനെ നേരിട്ട് കുറയ്ക്കാൻ പറ്റില്ല, അതിൻ്റെ ഡിപ്രീസിയേഷൻ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. കാറിൻ്റെ ഡിപ്രീസിയേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 15%. സോ 50,000ൻ്റെ 15% എടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഡിപ്രീസിയേഷൻ ഇവിടെ 1,00,000 × 15/100 × 1/2 പകുതിയാക്കി. അതിന് പകരം ഡയറക്റ്റായിട്ട് 50,000ൻ്റെ 15% എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 7,500 കിട്ടും. ഓക്കെ, സോ 2 രീതിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം പകുതിയാക്കിയിട്ട് ഡയറക്റ്റ് കാണാം, അല്ലെങ്കിൽ ആദ്യം ഒക്കെ കണ്ടതിന് ശേഷം അവസാനം പകുതിയാക്കിയാലും മതി. ഓക്കെ, ദെൻ OYT ഡെപ്പോസിറ്റ് നമുക്ക് തന്നെ 8,000. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, കോസ്റ്റ് ഓഫ് മെഡിസിൻ എടുത്തു, സർജിക്കൽ ടൂൾസിൻ്റെ ഡിപ്രീസിയേഷൻ എടുത്തു, റെൻ്റ് എടുത്തു, മോട്ടോർ കാറിൻ്റെ ഡിപ്രീസിയേഷൻ എടുത്തു, കാർ എക്സ്പെൻസ് എടുത്തു, സാലറി എടുത്തു. LIC എടുക്കേണ്ട ആവശ്യമില്ല, പേഴ്സണലാണത്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോണ് അതർ സോഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, എക്സ്പെൻസ് ആണത്, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ് എടുക്കുന്നത്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്നതുകൊണ്ടാണ് അത് നമുക്ക് എടുക്കാഞ്ഞത്. OYT ഡെപ്പോസിറ്റ് എടുത്തു. ഓക്കെ, അത് പ്രൊഫഷൻ്റെ ഇയാളുടെ ഇതിന് വേണ്ടിയിട്ട് ഇയാൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ടെലിഫോൺ മറ്റു കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് അത് എടുത്തത്. ഓക്കെ ആണല്ലോ. ദെൻ അപ്പോൾ എന്തായി, ഈ ഒരു ടോട്ടൽ വരുമാനത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഈ എക്സ്പെൻസ് കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി, 42,300 കിട്ടി. ഇതാണ് ഇയാളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്, പ്രൊഫഷനിൽ നിന്ന് വരുന്ന വരുമാനം, ഇൻകം ഫ്രം പ്രൊഫഷൻ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിവിടെ കണ്ടു വയ്ക്കാം, അവസാനിപ്പിക്കാം. എന്നിട്ട് വേണമെങ്കിൽ എന്താണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹെഡ് നമുക്ക് അല്ലെങ്കിൽ വേറൊരു ചാർട്ട് വരയ്ക്കാവുന്നതാണ്. ഈ കണക്കിൽ എന്താണ്, ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പോയിന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിലും ചെയ്യാം. നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പോവാം. ഇൻകം ഫ്രം പ്രൊഫഷൻ അപ്പോൾ നമ്മൾ കണ്ടുവച്ചു. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇയാൾക്ക് വരുമാനം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലേ? എന്താണ് ഹൗസ് പ്രോപ്പർട്ടി, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 3000 ഉണ്ട്. അപ്പോൾ ആ 3000 എന്ന് പറയുന്നത് എന്താണ്? വരുമാനമാണ്. ശ്രദ്ധിക്കുക, 3000ത്തിൽ നിന്ന് എപ്പോഴും നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് 30%. ഓക്കെ, അത് കുറയ്ക്കാൻ പറ്റും. അതിന് ശേഷമുള്ള മാത്രം എടുത്താൽ മതി എന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ നമ്മളെന്താണ് 3000ത്തിൽ നിന്ന് അതിൻ്റെ 30% കുറച്ചിട്ട് ബാക്കി 2200 എടുത്തത്. അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സ് അത് അതേപോലെ തന്നെ എടുത്തു 3500. അപ്പോൾ ഇത്രയും സാധനം കൂട്ടിയപ്പോൾ നമുക്ക് എന്താണ് 47,900 കിട്ടി. ഇതാണ് ഇയാളുടെ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, അത് ഇവിടെ തന്നിട്ടില്ല. അത് കുറച്ചാലാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക? ടോട്ടൽ ഇൻകം കിട്ടുക. ഇനി അങ്ങനത്തെ ഡിഡക്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ കിട്ടിയ ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം. അതാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, സോ ഇതാണ് പ്രൊഫഷണൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് ഇനി പോകാം.